മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സങ്കീർത്തനം 106:1 നമുക്ക് ധ്യാന വിഷയമാക്കാം. ഇവിടെ ഇങ്ങനെയാണല്ലോ പറയുക: കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. 5 വയസ്സ് പോലും തികയാത്ത ഡിക് ജെൻറി ഒരിക്കൽ അവന്റെ അമ്മയോടൊപ്പം ബസ്സിൽ കയറി. സീറ്റിലിരിക്കാനുള്ള തിരക്കിനിടയിൽ അവനൊരു യാത്രക്കാരന്റെ കാലിൽ ചവിട്ടി. ഉടനെ തന്നെ ഖേദപൂർവ്വം അറിയാതെ സംഭവിച്ചതാണ്, എന്നോട് ക്ഷമിക്കുമോ എന്ന് ആ ബാലൻ ചോദിച്ചു. ഒരു പിഞ്ചു ബാലന്റെ വായിൽ നിന്ന് ഈ ക്ഷമാപണം കേട്ടപ്പോൾ ആ യാത്രക്കാരനുണ്ടായ സന്തോഷം അവർണ്ണനീയമായിരുന്നു. കോമളത്വം തോന്നുന്ന ആ ബാലനെ അയാൾ മടിയിലിരുത്തി. എന്നിട്ട് പേരും വീട്ടുപേരും സ്ഥലവും ചോദിച്ചറിഞ്ഞു. അവന്റെ ജന്മത്തീയതിയും വീട്ടിൽ ആരൊക്കെയുണ്ടെന്നും ആ യാത്രക്കാരൻ അന്വേഷിച്ചു. ഡിക്ക് എല്ലാത്തിലും കൃത്യമായി മറുപടി നൽകി. തങ്ങൾക്ക് ഇറങ്ങേണ്ട സ്ഥലമായപ്പോൾ ഡിക്കും അമ്മയും സ്റ്റോപ്പിൽ ഇറങ്ങി. താൻ പരിചയപ്പെട്ട യാത്രക്കാരന് നന്ദി പറയാനും ഡിക്ക് മറന്നില്ല. പിന്നീട് ഡിക്കിന്റെ ഓരോ ജന്മദിനത്തിലും അപരിചിതനായ സ്നേഹിതൻ സമ്മാനം അയക്കുമായിരുന്നു. ബസ്സിലെ സ്നേഹിതൻ എന്നല്ലാതെ മറ്റൊരു യാതൊരു അഡ്രസ്സും ഉണ്ടായിരുന്നില്ല. ഡിക്ക് അത് വായിച്ച് പലരും ആ സ്നേഹിതനെ അന്വേഷിച്ചിറങ്ങി. എന്നാൽ എവിടെയെന്ന് കണ്ടെത്താനായില്ല. ഒരു ശീതകാലം കൽക്കരി കത്തിച്ച് തീയുണ്ടാക്കി. അതുകൊണ്ടവർ തണുപ്പിൽ നിന്ന് രക്ഷ നേടിപ്പോന്നു. പക്ഷേ കൊടും ശൈത്യമാണ്, കൽക്കരിക്ക് ക്ഷാമവും. ഡിക്ക് വേദനയോടെ പല സ്ഥലത്തും കയറി ഇറങ്ങി. ഒരു സ്ഥലത്തും കൽക്കരിയില്ല. അവന്റെ സ്നേഹമയ്യായ അമ്മ തണുത്തു വിറച്ച് മരണത്തോട് മല്ലടിക്കാൻ തുടങ്ങി. ഡിക്ക് ആകെ വിഷമിച്ചിരുന്ന അവസരത്തിൽ അതാ ഒരു ലോറി വീടിന് മുൻപിൽ വന്നു നിന്നു. അതിൽ നിന്നും നിരവധി ചാക്കുകളിൽ കൽക്കരി താഴെ ഇറക്കുന്നു. എന്താണിത്? ആർക്കാണിത്? ഡിക്ക് സംഭ്രമത്തോടെ ഓടി വന്നു. നിങ്ങളാണോ ഡിക് ജെൻറി? ലോറി ഡ്രൈവർ അന്വേഷിച്ചു. അതെ, ഞാൻ തന്നെ. നിങ്ങൾക്കുള്ള കൽക്കരിയാണിത്. ബസ്സിൽ വെച്ച് കണ്ട സ്നേഹിതൻ തന്നയച്ചതാണിത്. അത്രയും പറഞ്ഞ് അവർ ലോറിയിൽ മടങ്ങി. ഒരു നല്ല വാക്ക് ജീവിതം മുഴുവൻ എത്ര വലിയ നേട്ടം വരുത്തി എന്ന് നോക്കുക. നമ്മുടെ വാക്കുകളെയും ഒന്ന് പരിശോധിക്കേണ്ട സമയമാണിത്. തീർച്ചയായിട്ടും എപ്പോഴും കർത്താവിന് നന്ദി പറയുവാൻ, സ്തുതിക്കുവാൻ സങ്കീർത്തകൻ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ആ ഒരു നന്ദിയുള്ള ഹൃദയത്തോടുകൂടി എല്ലാവരോടും ഇടപെടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.